വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വേറെ ഒന്നുമല്ല, റാഗി പൊറിഡ്ജ് അല്ലെങ്കിൽ റാഗി കുറുക്ക് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വേർഷനാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇത് കഴിക്കാം. അപ്പോൾ ആർക്കെങ്കിലും വണ്ണം കുറയ്ക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം നമുക്ക് ഈ കുറുക്കാക്കി കഴിക്കുവാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ്, അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ്, കാൽഷ്യം എല്ലാം ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബേസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ 6 മന്ത് തൊട്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കാനായിട്ട് പറ്റും. കുട്ടികളുടെ വളർച്ചയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. 1 വയസ്സ് കഴിഞ്ഞാലും ഇത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 വയസ്സൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഈ റാഗി കുറുക്ക് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സാധാരണയായിട്ട് റാഗി ഇതുപോലെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ മിനിമം വയ്ക്കണം. എന്നിട്ട് വേണം ഇത് ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് കുട്ടി കരയാണ്, കുട്ടിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള റാഗിയാണ്. ഇത് ആ രീതിയിൽ തന്നെ വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒരു 3 വട്ടമെങ്കിലും നന്നായിട്ട് കഴുകി നമുക്കിത് വൃത്തിയാക്കി എടുക്കണം. റാഗി പൊടിയായിട്ട് തന്നെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷെ ആ പൊടി വെച്ചുണ്ടാക്കുന്ന കുറുക്ക് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുന്ന കുറുക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കഴുകിയെടുക്കുക. 1 വട്ടം കഴുകിയാൽ പോരാ, 2-3 വട്ടം ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ കഴുകുന്നതിനനുസരിച്ച് ഇതിന് ജസ്റ്റ് ഒന്ന് കുതിരുകയും ചെയ്യും. ഇതിൻ്റെ ഉമ്മി വയറ്റിനുള്ളിൽ ചെല്ലുമ്പോൾ ചില കുട്ടികൾക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. അതുകൊണ്ടിട്ട് അവർക്ക് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നന്നായിട്ട് ഇത് അരച്ചതിന് ശേഷം നമുക്കൊരു തുണി വച്ചിട്ട്, ഒരു കോട്ടൺ തുണി നന്നായിട്ട് ഇതിനു വേണ്ടി മാറ്റി വച്ചേക്കാം. എന്നിട്ട് അതെടുത്ത് അതിലേക്ക് ഈ ഒരു അരച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കുറുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോഴും സോഫ്റ്റായിട്ട് തന്നെ ആട്ടോ കിട്ടുക. എന്നാൽ ചെറിയ കുറച്ച് തോട്, അതിൻ്റെ ഉമി ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഒട്ടും ഉമിയില്ലാതെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇത്രയും വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിനെ റാഗി മിൽക്ക് എന്ന് പറയാം. അപ്പോൾ ഈ റാഗി മിൽക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. 1 വയസ്സൊക്കെ കഴിഞ്ഞ വാവയാണെങ്കിൽ നമ്മൾ ചായ അരിക്കുന്ന അതേ അരിപ്പയിൽ തന്നെ ഇതുപോലെ അങ്ങ് അരിച്ചെടുത്താൽ മതി, വിഷയമില്ല. ഇപ്പോൾ കാണാമല്ലോ, നമ്മുടെ ആ ഒരു റാഗി നന്നായിട്ട് അരഞ്ഞിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരച്ചത് വീണ്ടും അതിലേക്ക് തന്നെ ഞാൻ അരിപ്പയിൽ നിന്ന് ഇട്ട് കൊടുക്കുവാണ്, ജാറിലേക്ക്. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മിൽക്ക് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാൻ മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാലും കുക്ക് ചെയ്തെടുക്കാൻ കുറേ ടൈം വേണ്ടി വരും. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു മിൽക്ക് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ സത്തുകൾ, ഗുണങ്ങൾ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ആ ഉമ്മി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അരിച്ചെടുത്തേക്കാം. ഇനി അരിച്ചെടുത്തത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് സൂക്ഷിക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഈ ഉണ്ടാക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉമ്മി ബാക്കി ഇനി ഉണ്ടെങ്കിൽ അത് ഊറി വരും. ഞാൻ ആ ജാറൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ അരച്ചെടുക്കാൻ നേരത്ത് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാതിരുന്നത്. കാരണം ഓൾറെഡി നമുക്കിതുപോലെ വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും. ഞാനപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിരുന്നു. അത് വീണ്ടും അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഉമ്മി അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്ക് ചെയ്ത് വരാൻ ആവശ്യത്തിനുള്ള, ഒന്ന് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യാം.
ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും സിമ്മിലിട്ടിട്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ കുറുക്ക് ഉണ്ടാക്കാൻ നേരത്ത് വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല. ഞാൻ ഇതിലേക്ക് അവിടെ തന്നെ പനങ്കൽക്കണ്ടാണ്. പനങ്കൽക്കണ്ടത്തിന് അധികം അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ആകുമ്പോൾ അതിൽ അഴുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ പനങ്കൽക്കണ്ടം ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വരുന്ന കഫക്കെട്ടൽ, അതുപോലെ കുറച്ച് തൊണ്ടവേദന, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരീരത്തിന് നല്ലതാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് പനങ്കൽക്കണ്ടം ചേർത്ത് കൊടുത്തത്. അത് ഞാൻ ഒത്തിരിയൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒരു മധുരത്തിന് അത്ര മാത്രമേ ഉള്ളൂ. മധുരം കൊടുക്കുന്നത് അത്ര നല്ലതല്ല ഒരു വയസ്സ് വരെ കുട്ടികൾക്ക്. ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ നിയന്ത്രണം വരുത്തുക. കാരണം നമ്മൾ എന്തായാലും ഫ്രൂട്ട് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നോർമലി സൂക്രോസും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നുമല്ല, നമ്മുടെ പനങ്കൽക്കണ്ടാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് നല്ല ക്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടെക്സ്ചറേ പോകും. കുറച്ച് ഭാഗം ലൂസായിട്ടിരിക്കും, കുറച്ച് ഭാഗം ഭയങ്കര കട്ടയായിട്ടിരിക്കും. കുട്ടികൾ അത് കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാര ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസി ടെക്സ്ചറിലേക്കൊക്കെ വരുന്നുണ്ട്, കാണാമല്ലോ, നല്ല തിളങ്ങി നിൽക്കുന്ന പോലെ. ഇനി നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ വെയിറ്റൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ്, തൂക്കം കുറവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് നമ്മുടെ നട്ട്സ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത നട്ട്സ്, കാഷ്യൂ നട്ട്സോ ബദാമോ അങ്ങനെയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ബദാമിൻ്റെ ആണെങ്കിലും തൊലി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. തൊലി വയറിന് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റാണ് തരുന്നത്. കാരണം കുട്ടികളുടെ വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷൻ ഒന്നും നടക്കില്ല ഈ ഒരു തൊലി കഴിക്കുവാണെങ്കിൽ, ബദാമിൻ്റെ തൊലി കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെണ്ണയാണ്. 1 ടേബിൾ സ്പൂണോളം വെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുമ്പോൾ കുറച്ച് പാല്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് പാല് കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി പാല് കൂടി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്നുണ്ട്, കാണാമല്ലോ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. മൊത്തം ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോസസ്സ് കഴിയും. പക്ഷേ ഫുൾ ടൈം നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം അത്യാവശ്യം ഒരു ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി കുറുക്കുന്നില്ല, കാരണം എൻ്റെ ഭാവിക്ക് ഒത്തിരി കുറുകിയിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അത് കോരി കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ട് തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് അത് കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കും. ചെറിയ ചൂടോടെ കുപ്പിയിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ അവർ കളിക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തൊക്കെ ഈ കുപ്പി പിടിച്ച് അവർ കുടിച്ചോളും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാൻ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് കോരിക്കൊടുക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. കുറച്ചൊന്ന് തണുത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് കട്ടയായി ഇതേ രീതിയിൽ കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇതിൽ കൂടുതലാണെങ്കിൽ വളരെ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇറക്കാനായിട്ട്. അപ്പോൾ അവർ 2 ടേബിൾ സ്പൂണൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു കുറുക്ക് മടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ 2 ദിവസം കഴിക്കുമ്പോൾ തന്നെ അത് പിന്നെ കഴിക്കാണ്ട് വരും. അതിനൊക്കെ കാരണം ഇതാണ്. ഇത് നല്ല കട്ടിയിലിരിക്കുന്നു, നമുക്ക് തന്നെ കഴിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് കഴിച്ച് നോക്കുക ഇത് കുറച്ച്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ കഴിയുമ്പോൾ നമുക്ക് തന്നെ തൊണ്ടയ്ക്ക് എന്തോ പോലെ തോന്നുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്ര ഒരു ലൂസായിട്ട് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിപ്പോക്കോളും, നല്ലതായിട്ട് അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അമ്മമാർക്കും കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ബാക്കി വരുന്ന അതിൻ്റെ ഈ ഒരു ഉമിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അരിച്ചെടുത്തത്, അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ കുറുക്കുണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ അത് ഡ്രൈ ആയിട്ടുണ്ടാവും. നന്നായിട്ട് സ്ക്രബ് ചെയ്തങ്ങ് കഴുകിക്കളയാം. നല്ലൊരു ബ്യൂട്ടി ഹാക്കാണ്. അതായത് അറബിക് ബ്യൂട്ടി സീക്രട്ടിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ റാഗി. അവരെപ്പോഴും ഉപയോഗിക്കുന്നത് ഈ റാഗി പൗഡറാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂണിൻ്റെ ഹെൽപ്പോടെയാണ്. ഒരു സ്പൂൺ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കുപ്പിയുടെ ഉള്ളിൽ. എന്നിട്ട് ആ സ്പൂണിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു തുള്ളി പോലും പുറത്ത് പോകാതെ തന്നെ
കുപ്പിയിൽ കിട്ടും. അതുപോലെ തന്നെ ചൂടോടെ തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് നോക്കുക, പറ്റുമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും കൊടുക്കാം. ആ ഒരു ചൂടിൽ കൊടുക്കുക. അപ്പോൾ അവർ നല്ലതായിട്ട് തന്നെ അത് കഴിച്ചോളും. അതുപോലെ അവരുടെ വെയിറ്റ് ഗെയിനിങ്ങിന്, അവരുടെ ബോണിൻ്റെ വളർച്ചയ്ക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി കുട്ടികൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കേണ്ട. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കൊടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും. അപ്പോൾ അവരെന്തായാലും ഇത് കഴിക്കും. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റെസിപ്പിയുടെ പിക്ക് എനിക്കൊന്ന് അയച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുമല്ലോ. എപ്പോഴും ഈ ഫാമിലി തന്നെ ഉണ്ടാവുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇതിന് മുന്നേ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബദാം മിൽക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. നാളെ വീണ്ടും വീഡിയോ ഇടാം. അപ്പം വീണ്ടും കാണാം. ബൈ.